അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ ഉള്ള വേദഭാഗങ്ങൾ. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം, മകനെ, നീ ഇന്ന് എൻ്റെ മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ പോകില്ല എന്ന് അവൻ മറുപടി നൽകി. എങ്കിലും പിന്നീട് തൻ്റെ തീരുമാനം മാറ്റുകയും പോവുകയും ചെയ്തു. അദ്ദേഹം മറ്റേ മകനോടും അതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടു. ഞാൻ പോകാം അപ്പാ എന്ന് അവൻ പറഞ്ഞെങ്കിലും പോയില്ല. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ഒന്നാമൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ പ്രവൃത്തിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരണം അപ്പന്മാർ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. അപ്പനെ അനുസരിക്കുക എന്നുള്ളത് മകൻ്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ദൈവവചനത്തോടുള്ള അനുസരണക്കേടും ദൈവവചനം അനുസരിക്കുന്നതും ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന ചിലർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരും ചിലർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരുമാണ്. ദൈവത്തെ കളിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പൻ ഒരു മകനോട് മുന്തിരിത്തോട്ടത്തിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ വിസമ്മതം ഒന്നും കാണിക്കാതെ പോകാം എന്ന് പറഞ്ഞുവെങ്കിലും പോയില്ല എന്ന് പറഞ്ഞത് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കി. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടുന്നത് തൻ്റെ മക്കളോടാണ്. ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. പിതാവിൻ്റെ ആജ്ഞ ആദ്യം അവൻ നിരസിച്ചുവെങ്കിലും, എനിക്ക് മനസ്സില്ല എന്ന് തീർത്തു പറഞ്ഞുവെങ്കിലും, പിന്നീട് അനുദപിച്ച് പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച മകനെക്കുറിച്ച് നാം ഇവിടെ കാണുന്നു. തിന്മ നിറഞ്ഞ മനുഷ്യഹൃദയത്തിൻ്റെ ഒരു മറുപടിയാണ് നമുക്ക് ഈ മകനിൽ കാണുവാൻ കഴിയുന്നത്. ദൈവകൽപ്പനയോട് വളരെ പരുഷമായിട്ട് പെരുമാറുന്നത് പാപവും ശിക്ഷാർഹവുമാണെന്നുള്ളതിന് സംശയമില്ല. അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ട് നമ്മൾ മാറണം എന്നാണ് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത്. ഈ മകൻ വാസ്തവത്തിൽ ഒരു കപടഭക്തനല്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവന് മനസ്സിൽ തോന്നിയത്, പറയാനുള്ളത് നേരെ വെട്ടി തുറന്നു പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ അനുദപിച്ചു, അപ്പൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ തയ്യാറായി. ദൈവം പ്രസാദിച്ചതും ദൈവം സന്തോഷിച്ചതും ഈ മകൻ്റെ പ്രവൃത്തി നിമിത്തമാണ്, കണ്ടിട്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ രണ്ടാമത്തവൻ്റെ അടുക്കൽ അപ്പൻ ചെന്നപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. വാസ്തവത്തിൽ ഇവൻ കപടഭക്തനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭക്തി ജീവിതം, അനുസരണ ജീവിതം നയിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ മകൻ്റെ സ്വഭാവമാണ്. വാക്കും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എത്രയോ ഭംഗിയുള്ള വാക്കുകളായിരുന്നു. അധരം കൊണ്ട് അവൻ അപ്പനെ സേവിച്ചു, പ്രവൃത്തി കൊണ്ട് അപ്പനെ വേദനിപ്പിച്ചു. ആദ്യത്തെ മകനെ പോലെ അനുതാപത്തിൻ്റെ ഒരു ഹൃദയം രണ്ടാമത്തെ മകനില്ലായിരുന്നു. അവൻ്റെ ജീവിതം തന്നെ ഒരു നാട്യമായിരുന്നു. അനുസരണം നടിക്കുകയും അപ്പൻ്റെ കൽപ്പന അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്ത കപടഭക്തനായ ഈ മനുഷ്യൻ നമ്മിൽ പലരുടെയും പ്രതിനിധികളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പലതും പ്രഖ്യാപിക്കുമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ
ഭക്തി നടിക്കുമെങ്കിലും യാതൊരു സത്യസന്ധതയുമില്ലാത്ത ജീവിതം. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യോജിച്ചു പോകുന്നില്ല. ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ ഈ കൂട്ടരുടെ പിൻഗാമികൾ യഥേഷ്ടമുണ്ട്. അവർക്ക് തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് അനുതാപമില്ല. ഒന്നാമത്തെ മകനെ പോലെ പശ്ചാത്താപമില്ല, മാനസാന്തര അനുഭവമില്ല, ദൈവകൽപ്പനകൾ അനുസരിക്കണം എന്നുള്ള ഒരു വീണ്ടു വിചാരമില്ല. രണ്ട് മക്കളുടെയും വ്യത്യസ്തമായ സ്വഭാവത്തെയും പ്രവൃത്തിയെയും വെളിപ്പെടുത്തിയ ശേഷം യേശു ശ്രോതാക്കളോട് ചോദിച്ചു, ഈ രണ്ടുപേരിൽ ആരാകുന്നു യഥാർത്ഥത്തിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? അവർ സ്പഷ്ടമായ മറുപടി പറഞ്ഞു, ഒന്നാമത്തവൻ. ഈ വചനം നമ്മുടെ ഹൃദയത്തെ ഇന്ന് പകൽ സ്പർശിക്കട്ടെ. നാം അഭിനയിക്കുന്നവരാണോ? ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണോ? വാക്കിൽ ഭക്തി പ്രകടിപ്പിക്കുന്നവരാണോ? ആണെങ്കിൽ തീർച്ചയായും നമ്മിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ വേഷം കെട്ടലുകളൊക്കെ ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തും എന്നുള്ളതിനും സംശയമില്ല. വേഷം കെട്ടലുകളല്ല ആത്മീയ ജീവിതം. ജഡമനസ്സിൽ ആദ്യം ദൈവവചനത്തോട് ഒരനുസരണക്കേട് തോന്നുമെങ്കിലും അനുദപിച്ച് പിന്നത്തേതിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. സ്വർഗീയ പിതാവേ, അനുതാപമുള്ള ഒരു ഹൃദയം, അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ഹൃദയം എല്ലാവർക്കും നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.